നമസ്കാരം. മേയർ ആര്യ KSRTC ബസ് ഡ്രൈവർ യദു തർക്കത്തിൽ ഇതുവരെ എവിടെയായിരുന്നു ഈ മോട്ടോർ വാഹന വകുപ്പ്? ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റ പോലൊരു അന്വേഷണം. ഈ തിരക്കഥ അത് ആരുടേതാണാവോ? പെട്ടെന്നൊരു പരിശോധന നടത്തിയിരിക്കുകയാണ് MVD. യദു ഓടിച്ചിരുന്ന ബസ്സിലാണ് ഈ പരിശോധന. ബസിന്റെ വേഗപ്പൂട്ട അഴിച്ച നിലയിലായിരുന്നുവെന്നും GPS പ്രവർത്തനരഹിതമായിരുന്നുവെന്നും അധികൃതർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നത്രേ MVDയുടെ പരിശോധന. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ഉടൻ തന്നെ അധികൃതർ പോലീസിന് കൈമാറും. കാറിനെ മറികടക്കാൻ ശ്രമിച്ച യദു അലക്ഷ്യമായും അതിവേഗത്തിലുമാണ് ബസ് ഓടിച്ചതെന്നും നേരത്തെ മേയർ ആരോപിച്ചിരുന്നു. തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നതിൽ പോലീസിന് വീഴ്ചയും സംഭവിച്ചു. പ്രശ്നം നടന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇതുവരെ പരിശോധിക്കാതിരുന്ന MVDക്ക് ഉടനെ പരിശോധിക്കാൻ ഒന്ന് മുട്ടി. ആ മുട്ടലിന്റെ പുറത്താണ് ഇപ്പോൾ ഈ പരിശോധന മുഴുവൻ നടത്തിയിരിക്കുന്നത്. പോലീസ് പറഞ്ഞിട്ടാണെന്ന് ഒരു തള്ളുകൂടി തള്ളുന്നുണ്ട് MVD. എന്തായാലും ഇതിലൂടെ മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ യദുവിനെ പൂട്ടാനുള്ള വഴികൾ പലവിധം തേടുകയാണ് അധികാരികൾ. എന്തായാലും ബസിന്റെ വേഗപ്പൂട്ട് അഴിച്ചു മാറ്റിയതും GPS പ്രവർത്തനരഹിതമാക്കിയിരുന്നതുമെല്ലാം ഇതിന്റെ ഉത്തരവാദി കൂടി ഡ്രൈവർ യദു ആണെന്നുള്ള റിപ്പോർട്ട് വരുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു MVDയുടെ പരിശോധന. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ഉടൻ തന്നെ അധികൃതർ പോലീസിന് കൈമാറും. കാറിനെ മറികടക്കാൻ ശ്രമിച്ച യദു അലക്ഷ്യമായും അതിവേഗത്തിലുമാണ് ബസ് ഓടിച്ചതെന്ന് നേരത്തെ തന്നെ മേയർ ആരോപിച്ചിരുന്നു. ബസ് ഓടിച്ചത് അതിവേഗതയിലാണെന്ന് സാധൂകരിക്കാനാണോ പോലീസ് ശ്രമം എന്നുള്ളതാണ് ഇനി നാം അറിയാനുള്ളത്. ഇരുവരുടെയും തർക്കവുമായി ബന്ധപ്പെട്ട മെയ് 21-ന് മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും. ഡ്രൈവർ യദുവിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. KSRTC ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. KSRTC ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഡ്രൈവർ യദുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനാണെന്ന ആക്ഷേപവും ശക്തമാണ്. ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കളി മുഴുവൻ. യദു നൽകിയ പരാതിയിൽ കോടതി ഇടപെടൽ കാരണം മേയർക്കും ഭർത്താവ് MLAയുമായ സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. യദുവിനെ KSRTCക്ക് തിരിച്ചെടുക്കേണ്ട സാഹചര്യവും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് യദുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുക്കുന്നത്. യദുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ തന്നെയാണ് നീക്കം. നേരത്തെ ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന പരാതിയിൽ യദുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അറസ്റ്റിലേക്ക് എത്താനുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല. യദുവിനൊപ്പം ബസ്സിലെ കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിനിടെയാണ് ലൈംഗിക അധിക്ഷേപ കേസിൽ മേയറുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്ന മേയറുടെ പരാതിയിലായിരുന്നു നടപടി. ബസ് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് കാരണമായതെന്നാണ് മേയറുടെ മൊഴി. ഈ കേസിൽ മേയർ പോലീസിനെ പരാതി അറിയിച്ചു. തുടർന്ന് യദുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ജാമ്യമുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. അതിനുശേഷം വിവാദം ആളിക്കത്തി. മേയർ പ്രതിസ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങൾ അത്രയും. സംഭവ ദിവസം രാത്രി മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. തർക്കത്തിന് കാരണം ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ടല്ല എന്നും സ്ത്രീകളോട് മോശമായി പെരുമാറിയതാണെന്നും അതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചതെന്നും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ് അസഭ്യം പറഞ്ഞുവെന്നത് നുണയാണെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു. ഈ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിലും മേയർ ആവർത്തിക്കും. നിലവിൽ ജാമ്യമില്ലാ കേസിലെ പ്രതിയാണ് മേയർ. ഈ മേയർ എങ്ങനെ അറസ്റ്റ് വരിക്കാതെ മൊഴി നൽകാൻ എത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നേരത്തെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കം കമ്മീഷണർക്ക് യദു നൽകിയ പരാതിയിൽ പോലീസ് നടപടിയൊന്നും എടുത്തിരുന്നില്ല. ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിച്ചു. ഇതിനിടെ അഭിഭാഷകനായ ബൈജു നോയൽ ജില്ലാ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ മേയറെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യവുമുണ്ട്.
മേയർ ഡ്രൈവർ തർക്കത്തിൽ ഇതിനോടകം തന്നെ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആര്യയും യദുവും ഒരു അഭിഭാഷകനും കൊടുത്ത പരാതികളിലാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് പലയിടങ്ങളിലായി പരിശോധനകൾ നടത്തി വരികയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെയും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചിട്ടില്ല. കൃത്യമായ റിപ്പോർട്ട് കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ നടപടിയെടുക്കൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ കള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഗതാഗത മന്ത്രി മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ കണ്ണടച്ചു പിടിച്ച് മേയർക്ക് മാത്രം നീതി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു നീക്കമാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഇതുവരെയുള്ള പിന്തുണകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. കാരണം താങ്കളുടെ എല്ലാ പ്രവർത്തികൾക്കും താങ്കളുടെ എല്ലാ നീക്കങ്ങൾക്കും ഒരു അനുകൂല സമീപനമാണ് ജനങ്ങളുടെ അടുത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ CPM-കാരായ ഭാര്യയും ഭർത്താവും അടക്കമുള്ളവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ CPM-ന് വിമുഖതയുണ്ട്. ആ വിമുഖതയാണ് ഗതാഗത മന്ത്രിയുടെ പ്രവർത്തനം ഇഴഞ്ഞു പോകുന്നതിന് പിന്നിലെങ്കിൽ ഒരിക്കലും പൊതുജനം നിങ്ങളോട് പൊറുക്കുകയില്ല. നന്ദി.